ഒരു കാര്യം, പരസ്പര വെല്ലുവിളി വേണ്ട. എല്ലാ ചോദ്യങ്ങളും വികസനം ചർച്ച ചെയ്യാന്ന് പറഞ്ഞു. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഹലോ, പിന്നെ ചർച്ച നടക്കണം, ചർച്ച നടക്കണം, ചർച്ച നടക്കണം. ചർച്ച ഇവിടെ നടത്താൻ നമുക്ക് എല്ലാവർക്കും മൈക്ക് തരാം. വേണ്ട, ചർച്ച നടക്കണം. ഇവിടെ എല്ലാത്തിനും മറുപടി ഉണ്ട്. ഇവിടെ എല്ലാത്തിനും മറുപടി പറയാ. ചർച്ച നടക്കണം. ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു വികസനവുമായി ബന്ധപ്പെട്ട് എന്ത് വേണമെങ്കിൽ ചർച്ച ചെയ്യാന്ന് പറഞ്ഞു. ഞാനൊരു ഒറ്റ സംശയം. പ്ലീസ് 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 ചർച്ച നടക്കണം. ഒരു മിനിറ്റ് പ്ലീസ്. ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ പ്ലീസ്. ദയവേത് പ്ലീസ്, വെല്ലുവിളി വേണ്ട. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഞാൻ നോക്കിക്കോളാം പ്ലീസ്. ഞാൻ നോക്കിക്കോളാം. ഓക്കെ ഓക്കെ, ചർച്ച നടക്കണം. പ്ലീസ് 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 പ്ലീസ്. ബഹളം വെക്കല്ലേ. ഓക്കെ ഓക്കെ, ചർച്ച ജനാധിപത്യ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണം. പ്ലീസ് പ്ലീസ്. ആരോഗ്യകരമായിട്ടുള്ള ചർച്ചയാണ്. പ്ലീസ് ദയവേത് തടസ്സപ്പെടുത്തരുത്. എല്ലാവർക്കും സംസാരിക്കാനുള്ള അവസരം തരാം. ഓക്കെ. ഇവിടെ വികസനത്തെ പറ്റി ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. എന്റെ പൊന്നു ചേട്ടാ, പ്രശാന്തേ ഇവിടെ നിങ്ങള് വലിയ രീതിയിൽ ഫ്ലക്സ് വെച്ചു പറയുന്നുണ്ട് 2014 മെഡിക്കൽ കോളേജ് ഉണ്ടെന്ന്. അവിടെ ഒരു പേരെപ്പം നടത്താൻ പറ്റും, ഒരു പ്രസവം എപ്പം നടത്താൻ പറ്റും? ഈ 10 കൊല്ലായി, 10 വർഷമായി കോളേജ് കൊണ്ടുവന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയമില്ല. അവിടെ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു. മെഡിക്കൽ കോളേജ് UDF കൊണ്ടുവന്ന് സമ്മതിച്ചല്ലോ. ആ വികസനമേ ചർച്ച ചെയ്തത്. നിങ്ങൾ പറഞ്ഞതല്ല. അങ്ങനത്തെ സ്മാരകങ്ങൾ പാലക്കാട് നഗരസഭയിൽ ഞാൻ കാണിച്ചു തരാം. സുൽത്താൻപേട്ടയിലുണ്ടല്ലോ ഒരു സ്മാരകം. ഞാൻ ചോദിച്ചത് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് ചികിത്സിക്കാനാണ്. മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ ശരി, ഒരു പ്രശാന്ത് പറഞ്ഞു. സിമ്പിൾ ആണ്. പേരെപ്പോഴെടുക്കാൻ പോണേ എപ്പോഴാണ് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുക? പാലക്കാടുള്ള മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പാലക്കാടിൽ വലിയ വികസന മുന്നേറ്റവുമായി മെഡിക്കൽ കോളേജിന്റെ ആശയം ശ്രീ ഷാഫി പറമ്പിൽ മുന്നോട്ട് വെക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയുക? ഷാഫി പറമ്പിൽ MLA നിശ്ചയദാർഢ്യത്തിൽ വന്ന അല്ലെങ്കിൽ UDF സർക്കാരിന്റെ ഇടപെടലിലൂടെ കൊണ്ടുവന്ന ഈ മെഡിക്കൽ കോളേജ് 2013 പാസ്സായി. ഇവിടുത്തെ BJP-കാരും CPM-കാരും ചോദിച്ചു ഇവിടെ എന്ത് വരുമെന്ന്. പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് വരുമോ എന്ന് ചോദിച്ചു. പക്ഷേ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്ന് ഞങ്ങൾ ഭരണത്തിന് 2016 പുറത്താകുമ്പോ ഞങ്ങൾ മുന്നോട്ട് വെച്ച മുഴുവൻ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ എവിടെ പോയി എന്ന് ചർച്ച ചെയ്യണം. ഞാനിവിടുത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളോടും ഉറപ്പു തരുന്നു, ഞങ്ങൾ ഈ മെഡിക്കൽ കോളേജിന്റെ മുഴുവൻ ആശയങ്ങളും കാത്തിരിക്കേണ്ടി വരുമെന്ന് കേരളം പ്രവർത്തനങ്ങളെ ഡോക്ടർമാരെ കൊണ്ടുവരേണ്ടതെന്ന് കോൺഗ്രസ് പറഞ്ഞു. ഓക്കെ, ആലോചിക്കണം. എങ്ങനെ നിന്നുപോയെന്ന് ചേട്ടാ, കേന്ദ്രമാണ് ഡോക്ടർമാരെ മെഡിക്കൽ കോളേജില് ഇവിടെ കേട്ടു നിൽക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും വ്യക്തമായി. ചികിത്സ ഇവിടെ ഒരു അട്ടപ്പെട്ടി പോലെ കുറെ ബിൽഡിങ്ങുകൾ കെട്ടിവെച്ചിട്ടുണ്ട്, ഫ്ലാറ്റ് പോലെ. അതിനകത്ത് ആധുനിക സംവിധാനങ്ങളോ ചികിത്സാ ഉപകരണങ്ങളോ ഡോക്ടർമാരൊന്നുമില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞതല്ല, അതേ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു 6 മാസം മുൻപ് ഇവിടുത്തെ തെരുവിൽ സമരം ചെയ്തു. എന്തിനാ സമരം ചെയ്തെന്നറിയോ? ഞങ്ങള് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നുണ്ട്. ഒരു മിനിറ്റ് ഫുള്ളായി പറഞ്ഞോളൂ. ആ സമരം ചെയ്തത് എന്തിനായിരുന്നു? ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിനുള്ള ഉപകരണങ്ങളില്ല, ഓപ്പറേഷൻ തിയേറ്റർ ഇല്ല, ഇവിടെ യാതൊരുവിധ പ്രാക്ടിക്കൽ ക്ലാസ്സുകളും ഞങ്ങൾക്ക് നടത്താൻ
ബുദ്ധിമുട്ടുണ്ട്, അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞാണ് അവർ സമരം ചെയ്തത്. ഞങ്ങൾ Yes. മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു എന്ന് പറയുന്ന ആളുകൾ, നിങ്ങൾക്ക് ഫ്ലക്സ് വെക്കാനും ഉദ്ഘാടനം നടത്താനും മാത്രം മതിയോ മെഡിക്കൽ കോളേജ്? അവിടെ ചികിത്സ വേണ്ടേ? ഇത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇത് മാത്രമേ ചോദിച്ചുള്ളൂ. ചികിത്സ വേണ്ടേ? ചികിത്സ വേണ്ടേ? ചോദ്യം പ്രസക്തമാണ്. ബിൽഡിംഗ് മാത്രം മതിയോ എന്നുള്ളതാണ്. പാലക്കാട് മെഡിക്കൽ കോളേജ് സംബന്ധിച്ച് ഒരു മിനിറ്റ് ഒരാൾ സംസാരിക്കുക. ബഹളം വെച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. ഒരു മിനിറ്റ് പ്രശാന്ത് ഒരു മിനിറ്റ്. ഞാൻ വീണ്ടും ചോദിക്കുകയാണ് ശ്രീമതി ശാന്തകുമാരി. ഒരു മിനിറ്റ്. അല്ല, ഞാൻ പറയാം. ഈ നഗരസഭയിലെ മെഡിക്കൽ കോളേജ് സംബന്ധിച്ച് പറയാം. Yes, yes. അല്ല, ഇത് ജനങ്ങളുടെ മുമ്പിൽ